തൃശ്ശൂർ അതിരൂപതയിൽ കുണ്ടുളം പിതാവിൻ്റെയും തൂങ്കുഴി പിതാവിൻ്റെയും ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയൊക്കെ കാലത്ത് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന ലാസർ മാസ്റ്റർ അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. തൂങ്കുഴി പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വളരെ വ്യക്തിപരമായ അടുപ്പവും ആ ഒരു ഓർമ്മകളൊക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കും. സാർ തൂങ്കുഴി പിതാവിൻ്റെ കാലത്ത് പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു അല്ലേ? ആ സമയത്ത് പിതാവുമായി ഒരുപാട് വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. പിതാവിനെ ഞാൻ മുൻപും പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് പിതാവ് മാനന്തവാടി രൂപതയുടെ മെത്രാനായിരിക്കുന്ന സമയത്ത് KCYM എന്ന് പറയുന്ന കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ അവിടെ പോയിരുന്നു. അന്ന് KCYMൻ്റെ പ്രസ്ഥാനത്തെ ഒന്നും കൂടി പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിതാവ്. അപ്പോൾ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 10 ദിവസം ഞാൻ അവിടെ താമസിച്ച് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയ അവസരത്തിൽ പുൽപ്പള്ളിയിൽ വെച്ചിട്ടാണ് ഞാൻ പിതാവിനെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ വെച്ചൊരു അല്പസമയത്തൊരു സംസാരത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിലും അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആ സംസാര രീതിയൊക്കെ എന്നെ വളരെയേറെ ആകർഷണമാക്കി. പിന്നീട് അദ്ദേഹം താമരശ്ശേരി രൂപതയിലേക്ക് പോയി എന്ന് പറഞ്ഞു. താമരശ്ശേരി രൂപതയിൽ പിതാവായിരിക്കുന്ന സമയത്താണ് തൃശ്ശൂരിലേക്കുള്ള നിയമനം അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ കിട്ടിയ അവസരത്തിൽ ഞങ്ങളിവിടെ കാത്തലിക് യൂണിയൻ KCYMൻ്റെ ഭാരവാഹികൾ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് പിതാവിനെ കാണാനായിട്ട് അദ്ദേഹം ഈ താമരശ്ശേരി പോയിരുന്നു. താമരശ്ശേരി പോയി ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പിതാവ് തൃശ്ശൂരിലേക്ക് എനിക്ക് വരാനുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പാലയൂർ എന്ന് പറയുന്ന സ്ഥലം തൃശ്ശൂർ അതിരൂപതയിലാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ അതിരൂപത. അതുപോലെ തന്നെ പാലയൂർ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശം കൊണ്ട് പുണ്യപൂജിതമാക്കപ്പെട്ട പാലയൂർ എന്ന് പറയുന്ന സ്ഥലം എനിക്ക് അങ്ങേയറ്റത്തെ ആവേശവും അഭിമാനവും തോന്നുന്നുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പിന്നീട് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്തത് പാലയൂരിലേക്കൊരു തീർത്ഥാടനം നടത്തണമെന്നുള്ളതാണ്. അന്നൊന്നും ഈ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിലന്ന് കടന്നു വന്നിട്ടേ ഇല്ല. സാധാരണ പദയാത്രകൾ, നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പദയാത്രകളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു തീർത്ഥാടനം, ഒരു പിൽഗ്രിം സെൻറ്ററിലേക്ക് തീർത്ഥാടനം നടത്തുന്നത്, അപ്പോൾ അത് ഞങ്ങളെയാണ് ഏൽപ്പിച്ചത്. കാത്തലിക് യൂണിയൻ KCYMനെയാണ് ആദ്യ വർഷം അത് ഏൽപ്പിച്ചത്. രൂപതയുടെ സഹായം ഉണ്ടായിരുന്നു. രൂപതയുടെ വികാരി ജനറാളും അതുപോലെ തന്നെ ചാൻസലർ അച്ഛനൊക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. പക്ഷേ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ചുമതല നിങ്ങളോട് ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് തുടങ്ങി വെച്ചു. അന്ന് പാലയൂരിനടുത്തുള്ള ഒരു 2 കിലോമീറ്റർ ഇപ്പുറം മാമ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പിതാവ് ഏറ്റെടുത്തത്. ഇന്ന് അത് 25 വർഷം കഴിഞ്ഞു. ഇന്ന് കേരള സഭയിൽ തന്നെ ഏറ്റവും വലിയ മഹാതീർത്ഥാടനമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ആ തീർത്ഥാടനത്തിന് വരുന്നത്. അത് ഒരു മഹാതീർത്ഥാടനം മാത്രമല്ല, ഇപ്പോൾ 7-8 പോഷക പദയാത്രകൾ ഉൾപ്പെടെ 10,000 പാലയൂർ തീർത്ഥാടന ദിവസം പാലൂരിലേക്ക് എത്തുന്ന ഒരു കാര്യമായിട്ടത് മാറിക്കഴിഞ്ഞു. ഒരു ദിവസം പിതാവ് തന്നെ അന്ന് ആരോഗ്യത്തിനൊന്നും വലിയ പ്രശ്നമില്ല, തൃശ്ശൂരിൽ നിന്ന് നടന്ന് അദ്ദേഹം, അതായത് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മുൻപുള്ള ഞായറാഴ്ചയോട് അവസാനിപ്പിക്കാറാണ് പതിവുണ്ടായിരുന്നത്. പക്ഷെ പിതാവ് പറഞ്ഞു, ഒരു ദുഃഖവെള്ളിയാഴ്ച ഞാനത് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദുഃഖവെള്ളിയാഴ്ച അനവധി ആളുകളുടെ അനുധാവനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്ന് പാലയൂർ എത്തിയതൊക്കെ. അപ്പോൾ എന്നും വലിയൊരു ആവേശം കൊണ്ട് മാറി. ഇന്ന് പാലയൂർ തീർത്ഥാടനം, എൻ്റെ ഒരു മാതൃ ഇടവകയായതുകൊണ്ടാണ് എനിക്കും അതിനോടുള്ള കുറേയും കൂടി ഒരു അടുപ്പം തോന്നുന്നത്. ഇന്ന് പാലയൂർ എന്ന് പറയുന്ന സ്ഥലം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമായിട്ട് മാറി. ഇതിന് പിന്നിൽ പിതാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല അത് ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ തന്നെ ഒരു മുഖ്യ സ്ഥാനം വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് പ്രധാനമായിട്ട് നമുക്ക് ആളുകളുടെ വേദന മുറിവ് ഉണക്കുന്നതിൽ പിതാവ് കാണിച്ചിട്ടുള്ള ആ വലിയൊരു അടുപ്പമുണ്ടല്ലോ, അത് വലിയതാണ്. അൽമായരോട് വലിയ സ്നേഹമുണ്ട്. പേര് ചൊല്ലി വിളിക്കുന്ന ഇടയനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു പേര് ഒരിക്കൽ പറഞ്ഞാൽ മതി, ആ പേര് പിന്നീട് ആളെ കണ്ടുമുട്ടുമ്പോൾ ആ പേരെടുത്തിട്ടാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യാറുള്ളത്. എങ്ങനെ ഇത്രയധികം ആളുകളുടെ പേരുകൾ അദ്ദേഹം ഓർമ്മ, എൻ്റെ പേര് മാത്രമല്ല, ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ പേര് പിതാവ് ഒരു പക്ഷേ ഓർത്തിരിക്കാം. പക്ഷേ ഇതുപോലെ ഒരു തരത്തിലും വലിയ പ്രാധാന്യം സംഘടനകളെ കുറിച്ച് ചെറിയൊരു ഭാരവാഹിയാണെങ്കിൽ പോലും, ഇടവകയിലൊരു അച്ഛനാണെങ്കിൽ പോലും അവരുടെ ഒക്കെ പേരുകൾ ഓർത്തിരിക്കും. അങ്ങനെ ഓർത്തിരിക്കുന്ന പിതാവ് ആരുടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഉണയ്ക്കാൻ, അവർക്കൊരു സാന്ത്വനം കൊടുക്കാൻ പിതാവിൻ്റെ വാക്കുകൾ ഭയങ്കര കരിസ്മയായിരുന്നു. എന്നോട് തന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ, പലരും എന്നോട് പല പരാതികൾ പറയാറുണ്ട്. അന്ന് പിതാവിൻ്റെ അടുത്തേക്കൊന്നും എത്തിക്കാറില്ല. പക്ഷേ ഒരു കോടതി കേസ് പോലെ വന്നൊരു കേസ്, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൊരു മാനസിക മുറിവ്, അത് പിതാവിൻ്റെ അടുത്തേക്ക് ഒന്ന് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് പിതാവിനെ അകലെ നിന്നിട്ട് കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അവിടെ വന്നു, പിതാവുമായിട്ട് സംസാരിച്ചു, പിതാവ് ആ കാര്യത്തിൽ ഇടപെട്ടു, അതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കി.
ആ ഒത്തുതീർപ്പ് വേണ്ട വിധത്തിൽ ഫലപ്രദമായി തീർന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിനും പിതാവിനും തോന്നിയിട്ടുണ്ട്. പക്ഷേ പിതാവ് പിന്നെ അവസാനം പറഞ്ഞു ഇതൊരു വിഷയം മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞതോടുകൂടി ഈ മനുഷ്യൻ എനിക്ക് തന്നെ അത് വളരെ അഭിപ്രായപ്പോൾ തന്നെ വളരെ വികാരഭരിതനാവാറുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ പിതാവിന് മുന്നിൽ മുട്ടുകുത്തുന്നു, പിതാവിനിക്ക് ഒരു പ്രാർത്ഥന അനുഗ്രഹം തരണം. അവിടെ വെച്ച് പിതാവ് കൈവച്ച് ഒരു പ്രാർത്ഥന കൊടുത്തു. ഒരു കൊന്ത എടുത്തിട്ട് ഒരു ജമാലെടുത്ത് കയ്യിൽ കൊടുത്തു. അയാൾ പറഞ്ഞാൽ അയാൾ ഒരു സ്വല്പം തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഇടവന്നൊരു മനുഷ്യനാണ്. വലിയ മാനസാന്തരത്തിന് ആ മനുഷ്യൻ്റെ മാനസാന്തരത്തിന് ഇടവന്നു. അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ള ആ സാമീപ്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വളരെയധികം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അപ്പോൾ ഒരു മുറിവുണക്കാൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ മൂക്ക് കുത്തിച്ച് വരപ്പിക്കാനല്ല അദ്ദേഹം തുനിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് ആ മുറിവേറ്റ മനസ്സിനെ സാന്ത്വനം പകരാനായിരുന്നു. ഇങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ ഈ ഇടവകയിൽ വന്ന അവസരത്തിൽ എൻ്റെ വീടിന് മുന്നിലാണ് ഒരു കപ്പേളയുടെ തറക്കല്ലിടുന്ന കാര്യത്തിന് വന്നത്. ഞാനത് അറിഞ്ഞിട്ട് അപ്പോൾ ആരോ പറഞ്ഞു പിതാവിന് നല്ല വെയിലുണ്ട്, കുട വേണമെന്ന് പറഞ്ഞു. കുട വേണമെന്ന് പറഞ്ഞപ്പോൾ കുട എടുത്ത് അന്വേഷിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നത്. ആരോ പറഞ്ഞു ഇവിടെ അടുത്ത് വീട്, പിതാവ് ആരുടെ വീടാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ആളുടെ വീടാന്ന് പറഞ്ഞു. പിതാവ് പിന്നെ കല്ലിടാനല്ല നിന്നത്, പിതാവ് നേരെ എൻ്റെ വീട്ടിലേക്ക് വരും. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടല്ല, ഒരു അൽമായനോടുള്ള പരിഗണന അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പം അല്ലെങ്കിൽ അതിൻ്റെ സമീപനം എത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു എന്നുള്ളത് അത് ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പാസ്റ്റർ കൗൺസിൽ തന്നെ പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അൽമായരെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പിതാവ് അതിന് ഒരു ശക്തമായ ഒരു പ്രതികരണം പിതാവ് പറയാറുണ്ട്. അത് അൽമായരെ അങ്ങനെ കുറ്റപ്പെടുത്തരുത്. അത് വൈദികരെ കുറ്റപ്പെടുത്തുന്ന കാര്യത്തിലും പിതാവ് ആ സമീപനം തന്നെയാണ്. അങ്ങനെ വൈദികരെയും അൽമായരെയും നിങ്ങൾ കുറ്റപ്പെടുത്തി തമ്മിൽ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുകയല്ല വേണ്ടത്. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നൊരാശയം. പിന്നെ എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു വൈദികൻ എന്ന് പറഞ്ഞാൽ ഇടവകയുടെ ഒരു പിവട്ടൽ റോളാണ്. ആ വൈദികൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി മനസ്സിലാക്കിയ ഒരു ബിഷപ്പിനെ ഞാൻ കാണുന്നത് മാർഗം ജേക്കബ് തൊഴിലാണ്. പിതാക്കന്മാർ അച്ഛന്മാരുടെ എങ്ങനെ അവരുടെ ഫോർമേഷൻ ഏത് രീതിയിലായിരിക്കണം, ആ രീതിയിലാകുന്ന ഒരു ഫോർമേഷന് വേണ്ട തക്ക വിധത്തിലുള്ള സൗകര്യം നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിൽ ഉണ്ടാകണം. അങ്ങനെ തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചുള്ള മറ്റു നിലയ്ക്ക് പല കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് മെച്ചപ്പെട്ട വീടുകളുണ്ട്, വ്യക്തികളുണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നൊരു വിഷയമേ അല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രി എന്ന് പറയുന്ന ആശുപത്രിയെ അവിടെ അദ്ദേഹം ഈ മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തിയത്. അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, സ്വാശ്രയ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ തിരിച്ചടി ഉണ്ടായി. ഒരുപക്ഷെ കുണ്ടുകുളം പിതാവ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായ തിരിച്ചടികൾ രാഷ്ട്രീയമായ തിരിച്ചടികൾ ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനൊക്കെ കുണ്ടുകുളം പിതാവിൻ്റെ ഭാഷയും കുണ്ടുകുളം പിതാവിൻ്റെ ബോഡി ലാംഗ്വേജും പ്രതികരണവും വേറൊരു രീതിയിലായിരുന്നു. അതും ഞങ്ങൾക്ക് വളരെ സ്വീകാര്യമായിരുന്നു. ശക്തമായ പ്രതികരണം തന്നെയായിരുന്നു, മൂക്ക് കുത്തിച്ച രാഷ്ട്രീയക്കാരെ. പക്ഷേ ആൻഡ്രൂസ് നമ്മുടെ ജേക്കബ് തുങ്ങരി പിതാവിൻ്റെ സമീപനം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരുന്നു. ശാന്തമായി അദ്ദേഹത്തിനെ നേരിട്ടു. പിതാവിനെ സ്വാശ്രയ വിഷയത്തിൽ മുൻകൈയെടുക്കുന്ന പിതാവിൻ്റെ അഴിമതിയുടെ വ്യക്തിയാണ്, ലക്ഷക്കണക്കിന് രൂപയുടെ കൊള്ള നടക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പിതാവിനെ ഇലക്ട്രിക് പോസ്റ്റ് കെട്ടിയിട്ട് തരണ്ടി വാൽ കൊണ്ട് അടിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊന്നും അധികം അക്ഷോഭ്യനായിട്ടുള്ള പ്രതികരണമായിരുന്നു. പക്ഷേ അദ്ദേഹം കെട്ടലിനടുത്ത് കൊണ്ട് കെട്ടി അതിൻ്റെ പിന്നിൽ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നു. സ്വാശ്രയ കോളേജ് എന്ന് പറയുന്നൊരു ആശയം തൃശ്ശൂർ കേരളത്തിൽ നടപ്പിലാക്കി പാവപ്പെട്ട കുട്ടികൾക്ക്, പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ ബാംഗ്ലൂർ കർണാടകത്തിലും പോയി ലക്ഷക്കണക്കിന് രൂപ പകുതി കൊടുത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് യാതൊരു സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിന്ന് വളരെ സുരക്ഷിതമായി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ, നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക കുട്ടികൾ മാത്രമല്ല, ജാതി മതഭേദമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന മെറിറ്റ് അടിസ്ഥാനത്തിൽ അതിൽ തന്നെ ക്രിസ്ത്യൻ കുട്ടികൾക്ക് പ്രത്യേകമായി പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം ചെയ്തത് വലിയ മാറ്റത്തിന് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെമിനാരി തുടങ്ങി വെച്ചത്. പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ 100ഓളം വിദ്യാലയങ്ങളുണ്ട്. ഈ വിദ്യാലയങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് വലിയ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നടത്തി പോന്നിരുന്നത്. പക്ഷേ എന്നാൽ അതിൽ ചില പാകപ്പിഴകളൊക്കെ പലപ്പോഴും ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ആ പാകപ്പിഴകളൊന്നും പലപ്പോഴും അത് പരിഹരിക്കപ്പെടാറില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് അതിനൊരു കുറ്റമറ്റ രീതിയിലാക്കണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹമാണ്. പാസ്റ്റർ കൗൺസിലിനെ പറ്റി കൗൺസിലൊക്കെ ഇത് പലപ്പോഴും ചർച്ച വരാറ്. അദ്ദേഹം പറഞ്ഞു അതിനൊരു കമ്മീഷനെ വെക്കണം. ഒരു കമ്മീഷനെ വെച്ചു. ഞാനും അതിലൊരു കമ്മീഷനിൽ അംഗമായിരുന്നു. പഠിച്ചു.
പല രൂപതകളിലെ പ്രവർത്തനങ്ങൾ പഠിച്ചു. അങ്ങനെ അത് കുറ്റമറ്റ രീതിയിൽ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം എന്ന പേരിൽ ഒരു രേഖ തയ്യാറാക്കി ഇന്നും തൃശ്ശൂർ അതിരൂപതയിൽ അതിന് വളരെ കൃത്യമായ ദർശനങ്ങൾ നൽകി ഒരു നിയമനം നടത്തുന്ന സംവിധാനമുണ്ട്. അർഹതപ്പെട്ടവർക്ക് അദ്ദേഹം പറഞ്ഞു, ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാനുള്ളതല്ല. സർക്കാരിന് ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനയിൽ ന്യൂനപക്ഷാവകാശം വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഭംഗരം തുടരാനും കുറ്റമറ്റ രീതി നടത്താനും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ന്യൂനപക്ഷാവകാശത്തിൻ്റെ 100% അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കമ്മീഷൻ ഉണ്ടാക്കിയത്. അതുപോലെ ഒരുപാട് കുട്ടികൾ, അർഹതപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം, ഇതൊക്കെ വലിയൊരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഊട്ടുതിരുന്നാളുകൾ, ആർഭാടം, പണം വാരി ചെരിഞ്ഞ് നിങ്ങൾ തൃശ്ശൂർ അതിരൂപതയ്ക്കൊക്കെ ചില പ്രത്യേകത ഇതുകളുണ്ട്. തിരുനാൾ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനൊക്കെ നിങ്ങൾ മുൻപന്തിയിലാണ്. അതുപോലെ ഊട്ടുപെരുന്നാളൊക്കെ നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടത്തും. അതേസമയത്ത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അണുവീട് വിട്ടുകൊടുക്കാറില്ല. അതുപോലെ തന്നെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. പക്ഷേ ആർഭാടം ഉണ്ടാകുകയും പാവപ്പെട്ടവൻ്റെ ഇപ്പം കണ്ണീര് കാണാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓരോ അവസരത്തിലും പ്രബോധിപ്പിക്കുകയും അതിനുവേണ്ടി ഊട്ടുതിരുന്നാളുകൾക്കൊക്കെ ചില ചട്ടങ്ങൾ ഉണ്ടാക്കുകയും പള്ളിക്കകത്തും പള്ളിയിലെ തിരുനാളുകൾക്ക് മാത്രമേ ഊട്ടുപെരുന്നാൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് കപ്പേളകളിലും അവിടെ ഒന്നും ഊട്ടുതിരുന്നാൾ പാടില്ല. അതുപോലെ തന്നെ ഈ മറ്റുള്ള നമ്മുടെ ഈ തുലാഭാരം തൂക്കുന്ന പരിപാടി, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, വളരെ മോശമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും കടന്നു വരാറുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു വിട്ടുവീഴ്ചയും പിതാവ് ചെയ്യാറില്ല. അതിനൊക്കെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അതൊക്കെ നിർത്തലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജീവൻ TV എന്ന് പറയുന്ന മാധ്യമരംഗത്ത് നമ്മൾ കടന്നു വരണം. നമ്മുടെ പല സെമിനാറുകളിലും കേരള ദേശീയ തലത്തിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ വരാറുള്ള കാര്യമാണ്, നമുക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാക്കണം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് പറയാം. അങ്ങനെ ഒരു ചാനൽ ഉണ്ടാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ജീവൻ TV തുടങ്ങി വെച്ചത്. പക്ഷേ ജീവൻ TV ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അദ്ദേഹത്തിന് വളരെ മാനസികമായിട്ട് അദ്ദേഹത്തെ തകർത്തിട്ടുള്ള സംഭവമായിരുന്നു. എങ്കിലും അവിടെയൊന്നും അദ്ദേഹം തളർന്നിട്ടില്ല. അദ്ദേഹം എടുത്ത തീരുമാനങ്ങളിൽ 100% ബോധ്യമുണ്ടെന്നുള്ളതിനിടയ്ക്കാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. അത് എല്ലാവരോടും ഒരേ സമീപനമായിരുന്നു. അത് പാവപ്പെട്ടവനായിട്ട് പണക്കാരൊന്നും വ്യത്യാസമില്ല. സമ്പത്തിൻ്റെ പിന്നാലെ കുറേ ഡൊണേഷൻ കിട്ടാനോ അല്ലെങ്കിൽ സ്പോൺസറിങ് കിട്ടാനോ അനർഹമായ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട ആളുകളെ സ്വാധീനിക്കാനും ശ്രമിച്ചിട്ടില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ വരുമ്പോൾ അതിനോട് സമീപിക്കുന്നു മാത്രമല്ല. അതുപോലെ തന്നെ അൽമായരോടുള്ള പരിഗണന, സ്കൂളുകളിൽ ഇതുപോലെ തന്നെ കുട്ടികളോട് ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും, അതുപോലെ തന്നെ ഒരു കോൺഗ്രിഗേഷൻ തന്നെ അദ്ദേഹം തുടങ്ങിയല്ലോ, സ്വന്തമായിട്ടൊരു കോൺഗ്രിഗേഷൻ തുടങ്ങി. അവിടുത്തെ സിസ്റ്റർമാരുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. 90-ൻ്റെ അവധി ആഘോഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പിതാവ് ഇനിയും ഒരു 100 വയസ്സോളം എത്തണം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം പിതാവ് ഇരുന്നാൽ മതി. പിതാവിൻ്റെ പ്രസംഗ ശൈലി, പിതാവിൻ്റെ കുർബാന, അദ്ദേഹത്തിൻ്റെ കുർബാനയിലുള്ള അദ്ദേഹത്തിൻ്റെ ഗാനാലാപനം, മനോഹരമായിട്ട് ഗാനം ആലപിക്കുന്നവരാണ്. പാട്ടിലൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അതൊക്കെ കേട്ടിരിക്കാൻ നമുക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലി തന്നെ ഞങ്ങളൊക്കെ മാതൃകയാക്കുകയാണ്. വെറുതെ അക്കാദമിക്കായിട്ട് കുറേ കാര്യങ്ങൾ പറയലല്ല, അത് വളരെ ചിലപ്പോൾ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറയേണ്ടിടത്തൊക്കെ അതേസമയത്ത് നർമ്മരസം തുളുമ്പുന്ന രീതിയിൽ പറയും, പക്ഷേ പറയേണ്ടിടത്ത് പറയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു വലിയൊരു പ്രസംഗ ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി. അതായത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നിർമ്മല മനസ്സും മാനസരും നിഷ്കളങ്കരും പ്രസന്ന വചനരുമായി വ്യാപരിക്കാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു. ഞാൻ പലപ്പോഴും എന്നെ വലിയതായിട്ട് ടച്ച് ചെയ്തിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. പക്ഷേ അത് കുർബാന കഴിഞ്ഞ് പുറത്ത് കിടക്കുമ്പോഴേക്കും നമുക്കതൊക്കെ നഷ്ടപ്പെടും. നമ്മളെ വ്യക്തി ജീവിതത്തിൽ പൊതുവെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ നിർമ്മല മനസ്സും നിഷ്കളങ്കതയും പ്രസന്ന വചനവും ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന പിതാവ് ദിവസവും പുറത്തു വന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു വിശുദ്ധിയുടെ മാർഗം വെട്ടി തുറന്ന മനുഷ്യനാണ്. നിർമ്മല മനസ്സ്, നിഷ്കളങ്കത, പ്രസന്ന വചനം, ഇത് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ആളുകളോട് സമീപിക്കുന്നതിൽ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അദ്ദേഹത്തെ തീർച്ചയായും ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധനായി കാണാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെയുള്ള അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു, സ്നേഹം വായ്പായിരുന്നു. അൽമായരോടുള്ള അദ്ദേഹത്തിൻ്റെ കരുതലും വളരെ പ്രധാനപ്പെട്ടായിരുന്നു. ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്.